Hello, how can I help you, sir? room number എത്രയാണെന്ന് പറയാമോ? Wait a minute, sir. Yes, sir. It is room number 206. Here's the key. Okay, thank you. മാർട്ടിനെ, റയാൻ സാറിന്റെ റൂം നമ്പർ 206 ആണ്. കീ ഇന്ന്. ഓക്കെ. സാർ വന്നു തോന്നുന്നു. ഞാൻ കീ കൊടുത്തിട്ട് വരും. റൂമിന്റെ കീയുമായി മാർട്ടിൻ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു. Sir, ഇതാ റൂമിന്റെ കീ. റൂം നമ്പർ is 206. Okay, you can go now. മാർട്ടിന്റെ കയ്യിൽ നിന്നും റൂമിന്റെ കീ വാങ്ങി റയാൻ അവിടെ നിന്നും പോയി. പിടിക്കുക. മിക്സായി. ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ടും പോ, ഞങ്ങൾ ഇങ്ങോട്ടും പോവാം. ഹേ, എന്താ ഇത്? താനെന്താ ഈ കാണിക്കുന്നത്? ഇതാരാ ഇത്? ഹേ, താൻ കരയാണോ? എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ ആ ജ്യൂസ് കുടിക്കരുതായിരുന്നു. താൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം. നോക്കടിയാ, ഐറ്റം എവിടെ? ശരിയാടാ. ഇന്ന കോഫി. നീ കോഫി കൊണ്ട് അവൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കും. കുടിച്ചു കഴിഞ്ഞാൽ പൊക്കാം. ഓക്കെ. കുടിച്ചളിയാവാ പൊക്കാം. പിന്നെ അവർ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ കയറി പിടിക്കാൻ നോക്കി. അവരുടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുറി കയറി. കോഫിയിലുണ്ടാകുന്ന ഡ്രഗ്സിന്റെ എഫക്റ്റ് ആയിരുന്നു. വേണ്ട, ഇറ്റ്സ് മിസ്റ്റേക്ക് ആർക്കാ സംഭവിക്കാത്തത്? താൻ വിഷമിക്കാതിരിക്കാം. ഇവിടെ നടന്നത് ഞാനല്ലാതെ മറ്റൊരാളും അറിയില്ല. ബൈ ദ വേ, തൻ്റെ പേരെന്താ? റിനു. എൻ്റെ പേര് റിനു. ഞാൻ റയൻ വിക്ടർ. ഓക്കെ റയാൻ, ഇവിടെ നടന്നത് മറ്റൊരാളും അറിയില്ല എന്ന്
എനിക്ക് ഉറപ്പുതാ. റയാൻ വിക്ടറിന് ഒരേ ഒരു വാക്കുള്ളൂ, റിനുവിന് പേടിക്കാതെ പോകാം. താങ്ക് യു റയാൻ. അലക്സ്, നീ ഉദ്ദേശിക്കുന്നതിലൊന്നുമില്ല. ഞാൻ അറിയാതെ കാലുതെറ്റി. ഓ ബേബി, എങ്ങനെയാണ് പറയുന്നത്? അത് കണ്ട സ്ഥിതിക്ക് നമുക്ക് സത്യം പറയാമോ? ഞാനും അലക്സും കഴിഞ്ഞ പാസ്റ്റ് 2 year ആയിട്ട് സീക്രട്ട് റിലേഷൻഷിപ്പിലാണ്. അലക്സിന് മുന്നെയല്ല എന്നെയാണ് ഇഷ്ടം. സോ നീ ഒഴിഞ്ഞു പറഞ്ഞാണ് നിനക്ക് നല്ലത്. മീനാക്ഷി പറഞ്ഞത് കേട്ടല്ലോ, റിനുവിന് ഇവിടുന്ന് പോകാം. നീ എനിക്ക് ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു. നീ എന്നെ ചീറ്റ് ചെയ്യാറുന്നല്ലേ റാസ്കൽ. ഹേ, ആർ യു ഓക്കെ? താൻ കരയുവാണോ? റിനു, വാട്ട് ഹാപ്പൻഡ്? ഞാൻ അവനെ വിശ്വസിക്കരുതായിരുന്നു. ഇനി ഞാൻ എങ്ങോട്ട് പോകും? തിരിച്ച് ഓർഫണേജിലാണെങ്കിൽ പോകാൻ പോലും പറ്റില്ല. ഓർഫണേജ്? അതെ, ഞാൻ ഓർഫനാണ്. ഞാൻ വളർന്നത് ഓർഫണേജിലുമാണ്. ഇവിടെ വെച്ചാണ് ഞാൻ അലക്സിനെ പരിചയപ്പെടുന്നത് തന്നെ. അവൻ എല്ലാ ദിവസവും ഓർഫണേജിൽ വരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 വർഷമായിട്ട് ഡേറ്റിങ്ങിലായിരുന്നു. ഇന്നലെ അവൻ വിളിച്ചു ഓർഫണേജിൽ നിന്ന് ഞാൻ അറിയാവുന്നു. പക്ഷേ ഇന്ന് അവൻ എന്നെ താൻ വിഷമിക്കാതിരി. എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാം. ഇന്നലെ തൻ്റെ സിറ്റുവേഷൻ ഞാൻ മുതലാക്കരുതായിരുന്നു. താൻ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലിട്ട് പോരെ. തനിക്ക് സ്വന്തമായി ഒരു ജോലി സെറ്റായി ഇൻഡിപെൻഡൻ്റ് ആകുന്നത് വരെ അവിടെ താമസിക്കാം. താങ്ക് യു റയാൻ. ഇതാരാണെന്ന് അറിയണ്ടേ? മധു, റയാന്റെ ഒരേ ഒരു അനിയത്തി, വയസ്സ് 22, കോളേജ് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. പിന്നെ ഇത് അഭിഷേക്, അബി എന്ന് എല്ലാവരും വിളിക്കുന്നു, റയാന്റെ ബെസ്റ്റ് ഫ്രണ്ട്. മാധവും അബിയും കഴിഞ്ഞ 3 വർഷമായിട്ട് സീക്രട്ട് റിലേഷൻഷിപ്പിലാണ്. ഇനി നമുക്ക് കഥയിലിട്ട് പോകാം. അബി, നമ്മുടെ കാര്യം എന്തായി? ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ കല്യാണ കാര്യം. മാധു, ഈ വിഷയം നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞൊരു കാര്യമാണ്, റയാനൊരു ജീവിതം ഇല്ലാതെ നമുക്കൊരു ജീവിതം ഇല്ലാന്ന്. നിന്റെ ചേട്ടൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നാ പിന്നെ നമ്മളെ കിട്ടിയത് തന്നെ. എന്റെ ചേട്ടൻ ഒരു പെണ്ണിന്റെ മുഖത്തോലും നോക്കണ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ശരിയാവും. നിന്റെ ചേട്ടന് പറ്റിയൊരു പെണ്ണിനെ അവൻ തന്നെ കണ്ടെത്തും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പത്തേക്ക് എന്റെ മുക്കി പല്ല് വരും. നല്ലൊരു ചെറുക്കനെ കണ്ടാൽ ഞാൻ പോവാം. എൻ്റെ കൂടെ അവനെ കിട്ടി ഞാൻ സുഖമായിട്ട് ജീവിക്കും. നീ പോവോ? ഞാൻ പോവും. എന്നാണെന്ന് എനിക്ക് കാണണമല്ലോ. അബി, മാറിക്ക്. മാറില്ല. നീ എന്തായി കാണിക്കണേ? മാറിക്ക്. അങ്ങനെ കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. മാറില്ല എന്ന് പറഞ്ഞാൽ മാറില്ല. അയ്യോ, ജീവൻ വേണമെങ്കിൽ നീ ഇപ്പൊ ഇവിടുന്ന് പൊക്കോ. ഞാൻ എങ്ങനെ പോവാനാണ്? എന്റെ വഴി പോ. അവിടുന്ന് താഴോട്ട് ചാട്. വേറെ വഴിയില്ലാതെ നീ താഴോട്ട് ചാട്.
ജീവനുണ്ടെങ്കിൽ നാളെ കാണാം. പറഞ്ഞുകൊണ്ടിരിക്കണ്ട് താഴോട്ട് ചാടുക. ഇവിടെ പൂവായിട്ട് ബാക്കി നാളെ നടുവറിഞ്ഞ് ഞാൻ ആശുപത്രി കിടന്നു. താൻ ഇറങ്ങി വാ. ആ ഓക്കെ. ഏത് വാ, ഇതാ എൻ്റെ വീട്. ഇവിടെ ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഒന്ന് നിന്നേ. ചേട്ടൻ ഇന്നലെ എവിടെയായിരുന്നു? ഇത്ര സുന്ദരിയായ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാന്ന കാര്യം ചേട്ടൻ മറന്നോ? അല്ല, ഈ കൂടുള്ളതാരാ? എൻ്റെ വൈഫാ. എന്തേ? സത്യം ചുമ്മാ നോറില്ല ചേട്ടാ. ഒന്ന് പോയടി. ഇത് റീനു. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണും. ആയിക്കോട്ടെ, വാ ചേച്ചി അകത്തോട്ട്. ചേച്ചി ഇവിടെ ഇരിക്കേ. എന്റെ പേര് മാധുരി. എല്ലാരും എന്നെ മാധു എന്ന് വിളിക്കും. ചേച്ചിക്ക് അങ്ങനെ വിളിക്കാം. മാധു. ഞാൻ റീനു. പിന്നെ ചേട്ടനും ചേച്ചിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എപ്പോഴെങ്കിലും പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ പറഞ്ഞാൽ മതി. താങ്ക്സ് മാധു. ഓ മാധു, എന്താ ഇവിടെ ഇരിക്കുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അബിയുടെ കാര്യമാണോ? ഏയ്, അത് നീ പറയേണ്ട കാര്യമില്ല. നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നു. നീ പറയാൻ വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തു. പക്ഷേ നീ പേടിക്കണ്ട, ഞാനിതിനെതിരല്ല. അബി നല്ലൊരു പയ്യനാ. അത് പിന്നെ അത് തന്നെ അബി പറയണത് ചേട്ടൻ കല്യാണം കഴിക്കാതെ അവൻ വേറെ കെട്ടില്ല എന്ന് പറയണത്. അതുകൊണ്ട് ചേട്ടൻ കെട്ടിയേ പറ്റും. റിയലി മാധു, ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞതാ. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരീഡ്. അബിയോട് ഞാൻ സംസാരിക്കാം. നീ അത് ഓർത്ത് പേടിക്കണ്ട. ചേട്ടൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാനും കല്യാണം കഴിക്കില്ല. ഓക്കെ, ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം. നിനക്കൊരു ജീവിതം വേണം, അതുകൊണ്ട് മാത്രം. പക്ഷേ ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. നിനക്ക് ഏട്ടത്തെയായിട്ട് ഒരാൾ വേണ്ടേ? നിന്റെ ഏട്ടത്തെയായിട്ട് ആര് വരും? ചേട്ടൻ അതോർത്ത് തല ഉണ്ടാക്കണ്ട. ഞാൻ ചേട്ടന് പറ്റിയൊരു മാലക ഞാൻ തന്നെ കണ്ടെത്തി വെച്ചു. അതാരാ? റീന ചേച്ചി. ചേട്ടനും ചേച്ചി നല്ല മാച്ചാ. ചേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നാളെ രാവിലെ തന്നെ കല്യാണം. രജിസ്റ്റർ ഓഫിൽ പോകാനുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ റെഡി ആയിട്ടിരിക്കും. നാളെ രാവിലെയോ? ഇത്ര പെട്ടെന്ന്? പെട്ടെന്നൊന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ആദ്യം സമ്മതിക്കും. പിന്നെ കാല് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനൊരു വഴി ഒരുക്കുന്നില്ല. റിനു വാഹത്തിന് സമ്മതിച്ചോ? റിനു അവിടെ? എനിക്ക് റിനുവിനോട് സംസാരിക്കണം. അവിടെ കല്യാണത്തിന് സമ്മതിച്ചോ എന്ന് പറയണം. റിനു ചേച്ചിനോടാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ചേച്ചിക്ക് സമ്മതക്കുറവൊന്നുമില്ല. പിന്നെ ചേച്ചിനോട് എന്താ സംസാരിച്ചത് ചേട്ടൻ അറിയണ്ട. ചേച്ചി സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഹാപ്പി മാരീഡ് ലൈഫ് അളിയ. ഹാപ്പി മാരീഡ് ലൈഫ് ചേച്ചി. പിന്നെ ചേട്ടാ, ഇന്ന് ഞങ്ങൾ അങ്ങോട്ടില്ല. പിന്നെ ചേച്ചിയുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ചേട്ടൻ്റെ റൂമിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരല്ലോ, അപ്പോൾ ഒരു റൂമിലാണ് താമസിക്കണ്ടേ? എന്നാ നിങ്ങൾ പോക്കോ. ഡ്രൈവ് സേഫ്. റിനു, തനിക്ക് കല്യാണത്തിന് താല്പര്യമുണ്ടായിരുന്നു?
അത് അങ്ങനെ ചോദിച്ചാൽ വേണ്ട, ഞാൻ ഈ കല്യാണത്തിൽ സമ്മതിച്ചത് മാധു പറഞ്ഞിട്ടാ. അതുകൊണ്ട് ഞാൻ തനിക്കൊരു നല്ല ഹസ്ബൻഡ് ആകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. സോ ഡോണ്ട് അക്സെപ്റ്റ് എനിത്തിങ് ഫ്രം മീ. നമുക്ക് പണ്ടത്തെ പോലെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാടോ. വീടെത്തി, തനിറങ്ങ. ഞാൻ മുറിയിലിട്ട് പോവാം. തനിക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല. തനിക്ക് വിശക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ക്യാൻ വി ഈറ്റ് ടുഗദർ? പിന്നെന്താ, ബാ കഴിക്കാം. ഓക്കെ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. മുറിയിലേക്ക് പോവാം. ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വരാം. I'm sorry. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. താൻ പോയി ഫ്രഷ് ആയിട്ട് വാ. പിന്നെ താൻ ബെഡിൽ കിടന്നു, ഞാൻ സോഫയിൽ കിടന്നോളാം. ഇറ്റ്സ് ഓക്കെ. എനിക്ക് റയാനെ വിശ്വാസമാണ്. സോ വി ക്യാൻ ഷെയർ എ ബെഡ്. എന്നാ ഞാൻ കിടക്കുക, നാളെ വർക്കുണ്ട്. എന്നാ താൻ കിടന്നു, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ വർക്കിന് പോവാം. ഒരു മിനിറ്റ്. പോയിട്ട് വരാം. ടേക്ക് കെയർ. ഹലോ 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 റിനു, മാധു വിളിച്ചിട്ടുണ്ടായി. അവിടെ 2 ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ. അബിയും പിന്നെ ഞാൻ ലേറ്റ് ആയിട്ടാ വരുള്ളൂ. താൻ ഓക്കെ അല്ലേ? ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെങ്കിൽ താൻ ഓഫീസിലേക്ക് പോരെ. കുഴപ്പമൊന്നുമില്ല. മാധു എന്നെയും വിളിച്ചായിരുന്നു. ലേറ്റ് ആവാതെ നോക്കണേ. എന്നാ ശരി. ഞാൻ ഒരുപാട് ലേറ്റ് ആവുകയാണെങ്കിൽ താൻ കിടന്നോ. ജുവാനെ, ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേ. ഞാൻ വീട്ടിൽ പോവാം. Were you waiting? Are you tired? ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം. റിനു, എന്താ? nothing. Like past, Madhu's choice are very good. Well, what are you
trying to say? Just stay still. Good night. Good night. I think I have fallen for you. Renu! എന്താ ചേച്ചി, എന്ത് പറ്റിയത്? ചേട്ടൻ ദേഷ്യത്തിലാന്ന് തോന്നണല്ലോ. അറിയില്ല, എന്താന്ന് പോയി ചോദിച്ചിട്ട് വരാം. ഇവിടെ വെച്ചിരുന്ന ഫയൽ എന്ത്? നീ എടുത്തിരുന്നോ? ഇല്ല. നീ എടുത്തിട്ടില്ലെങ്കിൽ ആ ഫയൽ എവിടെ പോയി? ഞാൻ ഏത് ഫയലിനെ കുറിച്ച് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ വെച്ച ഡ്രഗ് ഫയൽ. ഡാമിറ്റ്, ഈ മുറിയിൽ ഞാനും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും ഈ മുറി കയറിയിട്ടുണ്ടായിരുന്നില്ല. Then where did the file go? എനിക്കറിയില്ല, ഞാൻ ആ ഫയൽ എടുത്തിട്ടില്ല. നിക്ക്, ഇതെങ്ങോട്ടായി പോകുന്നത്? You don't need to know. മാറി നിക്ക്. റിനു! ചേച്ചി, റിനു എഴുന്നേക്കറിനു, നമുക്ക് ഹോസ്പിറ്റലിൽ പോ. മാധു, റിനു, അവൾക്ക് എന്തെങ്കിലും പറ്റിയ? ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? ചേട്ടൻ എന്ത് പണിയാ കാണിച്ചേ? ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ച? ഞാൻ ദേഷ്യം വന്ന ഒരാളോട് ഇങ്ങനെയാണോ പറയാൻ ചെയ്യേണ്ടത്? അത് മാത്രമല്ല, ഇത് കുറച്ച് കൂടിപ്പോയി. നിനക്കറിയോ, റിനു 2 weeks pregnant ആണ്. വാട്ട്? ഞാനൊന്നും അറിഞ്ഞില്ല അബി. ഞാൻ മനഃപൂർവ്വമല്ല. അയ്യോ, റിനു ചേച്ചി, അഭി. എന്താ മാധു, എന്തു പറ്റി? ഞാൻ താഴേക്ക് വന്നപ്പോ ചേച്ചി ഇവിടെ തരാനേ കിടന്നു, വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. എന്നാ വാ, റിനു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പെട്ടെന്ന് പിടിക്ക്. ഡോക്ടർ, റിനുവിന് എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല. കുട്ടി 2 weeks പ്രഗ്നന്റ് ആണ്. കുട്ടിയുടെ ഹസ്ബൻഡ് ആള് കുറച്ച് തിരക്കിലാണ്. ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്. ചേച്ചി, ഡോക്ടർ പറഞ്ഞു ചേച്ചി 2 weeks പ്രഗ്നന്റ് ആണ്. ചേച്ചിനോട് ആരാ ഇത് ചെയ്തത്? അത് മാധു. ചേച്ചി വിഷമിക്കാതെ, ചേച്ചിയുടെ കൂടെ ഞങ്ങളുണ്ട്. അതെ റിനു, താൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. തൻ്റെ കൂടെ ഞങ്ങളുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ എന്ത് എന്നോട് ഒരു വാക്ക് പോലും പറയാതിരുന്നത്? ചേച്ചി പറഞ്ഞു ചേട്ടനോട് സമയമാകുമ്പോ ചേച്ചി തന്നെ പറഞ്ഞോളാന്നാ പറഞ്ഞു. ഡോക്ടർ വന്നു.
ഡോക്ടർ റിനുവിനെ എങ്ങനെയുണ്ട്? കയറി കാണാമോ? ഹേ, പേടിക്കാനൊന്നുമില്ല. പിന്നെ വയറ് കുത്തി വീഴാത്തത് കൊണ്ട് കുട്ടി സേഫ് ആണ്. ഇനി ആ കുട്ടി വീഴാതെ ശ്രദ്ധിക്കണം. കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യെസ്, ബോത്ത് ബേബി ആൻഡ് മദർ ആർ സേഫ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ഹേ, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഞാൻ കയറി കണ്ടോട്ടെ ഡോക്ടർ? താങ്കൾക്ക് കയറി കാണാം. റിനു, റയാൻ, ഐ എം സോറി റിനു. ഞാൻ മനഃപൂർവ്വമല്ല. ഞാൻ അറിഞ്ഞില്ല. അറിയൊന്നും നീ എന്നോടൊന്നും പറഞ്ഞില്ല. മാധു അബി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി റിനു. നിനക്കും കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഒരുപാട് പറയാൻ ശ്രമിച്ചു ഞാൻ, പക്ഷേ അതിന് പറ്റിയൊരവസരം കിട്ടിയില്ല. ഞാൻ ഡിസ്ചാർജ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോവാം. ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാം. ഇച്ചായ, എന്താ വിളിച്ചത്? ഒന്നുമില്ല. ആദ്യം വിളിച്ചത് ഒന്നോടെ വിളിച്ചു. ഇല്ല, എനിക്ക് വിശക്കുന്നുണ്ട്. ഫുഡ് എടുത്തിട്ട് വാ. എന്തെങ്കിലും പറയാനുണ്ടോ റിനു? ഉണ്ട്. എന്താ പറഞ്ഞു? ഞാൻ കേൾക്കുന്നുണ്ട്. We are going to be parents. Thank you for sharing this good news with me. നാളെ റിന്യൂവിൻ്റെ ബർത്ത്ഡേ. ഞാൻ കുറച്ച് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ 2 ദിവസത്തേക്ക് മധുവിനെയും കുട്ടി നിന്റെ വീട്ടിലേക്ക് പോക്കോ. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായില്ല? മാധു, എന്താ അബി? 2 ദിവസം നമുക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം. അതെന്താ? അതൊക്കെ ഉണ്ട്. ഈ 2 ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഇടാം. ചേട്ടാ, പോയിട്ട് വരാം. ശരി, നിങ്ങൾ പോയിച്ചു വാ. എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. റിനു, ഓ, എന്താ? മുറിയിലിട്ട് വന്നേ. ദേ വരുന്നു. എന്താ ഇതൊക്കെ? എന്തിനാ ഇതൊക്കെ? Because it's my wife's birthday. Happy birthday, Rinu. Not only that. എനിക്കിതെങ്ങനെ പറയണം എന്നറിയില്ല. പക്ഷെ ഇത് നിന്നോട് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്ത വലിയ തെറ്റായിരിക്കും. I love you, Rinu. I really do. Will you love me? I love you too, Ryan.
Can we dance? What do you think? I want you. നീ സങ്കടപ്പെടാതെ റീനും കുഞ്ഞിനും ഒന്നും സംഭവിക്കുന്നു. എടാ പക്ഷെ അവൻ ഡോക്ടർ കൺഗ്രാജുലേഷൻസ്. ഇറ്റ്സ് എ ഗുഡ് വൺ. റീന നീ ഓക്കെ അല്ലേടാ? നമ്മുടെ കുഞ്ഞിനെ നോക്ക്. Thank you for this wonderful gift, Rina. I love you. I love you too, Ryan.